സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടച്ചക്ക കൊണ്ടുള്ള ഒരു നാടൻ തോരനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ചീമച്ചക്ക എന്നും പറയും. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ചീമച്ചക്ക തൊലിയെല്ലാം ചെത്തി ഈ രീതിയിൽ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വലുപ്പത്തിലാണ് ഞാൻ തോരനായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തോരനായതുകൊണ്ട് കൂടുതൽ വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. കടച്ചക്കയിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ ചതച്ചെടുക്കുക. അതിനെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് 3 പച്ചമുളകും 3-4 കഷ്ണം ചെറിയ ഉള്ളിയും 2 കഷ്ണം വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും വലിയ ജീരകവുമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സിയിൽ അരഞ്ഞു പോകാതെ ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ വേണം തോരന് തേങ്ങ ചതച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളക് മുറിച്ചതിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു തവി കൊണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് തോരന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം. കടച്ചക്ക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കണ്ട. എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടപ്പ് വെച്ച് അടച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. കടച്ചക്ക വെന്ത് കിട്ടുന്നതിനായി 3-4 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പം ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അധികം വെള്ളം ഒഴിച്ചാൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാവൂ. ഇനി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും ആവി കയറ്റി ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടച്ചക്ക തോരൻ കിട്ടും. ഇപ്പോൾ കടച്ചക്ക സീസൺ ആയി വരുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും കടച്ചക്ക വാങ്ങുമ്പോൾ ഇനി ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ കടച്ചക്ക. അതുകൊണ്ട് തീയലോ തോരനോ മെഴുക്ക് പുരട്ടിയോ എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തെന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.